Tonight the Lord told me ഇന്ന് രാത്രി ദൈവം എന്നോട് പറഞ്ഞു, that He is going to deliver you from all the oppression of the devil. പിശാചിന്റെ സകല പീഡനങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ വിടുവിക്കുവാൻ പോകുകയാണെന്ന്. Every power of darkness that is oppressing you will leave you tonight. ഇന്ന് രാത്രി നിങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ സകല ശക്തികളും നിങ്ങളെ വിട്ടു പോകും. And the Bible says വേദപുസ്തകം പറയുന്നു in 1 John 3 and verse 8, 1 യോഹന്നാൻ 3:8 Jesus Christ was revealed to destroy the works of the devil. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷനായി. Jesus came into the world, യേശു ലോകത്തിലേക്ക് വന്നു, destroy the work of every evil power. സകല പൈശാചിക ശക്തികളുടെയും പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി. Yes, Jesus said അതെ, യേശുക്രിസ്തു പറയുന്നു in John 14 and verse 30, യോഹന്നാൻ 14:30 വാക്യത്തിൽ, here comes Satan, ഇതാ സാത്താൻ വരുന്നു, the prince of the world, ലോകത്തിന്റെ പ്രഭുവായ but സാത്താൻ. I have nothing to do with him. അവൻ എന്നോട് ഒരു കാര്യവുമില്ല. I have come to destroy the works of the devil. ഞാൻ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നിരിക്കുന്നു. Tonight Jesus is here. ഇന്ന് യേശുക്രിസ്തു ഇവിടെയുണ്ട്. Every one of you can open your heart so easily and say, Jesus, the one who destroys the works of the devil, come into my life. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഹൃദയം തുറന്ന് ഇപ്രകാരം പറയുവാൻ കഴിയും, യേശുവേ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന കർത്താവേ, എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് വരേണമേ. It's so easy. അത് വളരെ എളുപ്പമാണ്. You can receive Jesus in your heart right where you are. നിങ്ങളിപ്പോൾ എവിടെയാണെങ്കിലും അവിടെ വെച്ച് നിങ്ങൾക്ക് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. Open your heart. ഹൃദയം തുറക്കുവിൻ. Call the name of Jesus യേശുവിന്റെ നാമം വിളിച്ചു പറയുവിൻ. and say, Jesus, പറയുവിൻ, യേശുവേ, I need you. എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. You all say it after me. നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞതിന് ശേഷം പറയുമോ? Jesus, യേശുവേ, Jesus, എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട്. I need you. എന്റെ ഹൃദയത്തിലേക്ക് Come വരണമേ. into my ഇനി heart. ഹിന്ദിയിൽ പറയാം. Clap your hands because I know Jesus has heard that prayer. ആഘോഷം മുഴക്കി യേശുവിനെ സ്തുതിക്കുവിൻ, കാരണം എനിക്കറിയാം യേശു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. Greater is he that is in you than he, the devil, who is in the world. നിങ്ങളിൽ വസിക്കുന്നവൻ ഈ ലോകത്തിൽ വസിക്കുന്ന പിശാചിനേക്കാൾ Who വലിയവനാകുന്നു. is in your heart now? ഇപ്പോൾ ആരാണ് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്? Jesus. യേശു, Jesus. യേശു, Jesus. യേശു. He is in your heart. യേശു നിങ്ങളുടെ He ഹൃദയത്തിലുണ്ട്. is greater than all the devils of this world put together. ഈ ലോകത്തിലെ എല്ലാ പിശാചുക്കളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിയാലും അവരെക്കാൾ വലിയവനാണ് കർത്താവായ യേശുക്രിസ്തു. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Now what does the devil do? ഇപ്പോൾ പിശാച് എന്താണ് ചെയ്യുന്നത്? In John 10:10 the Bible says, യോഹന്നാൻ 10:10 വേദപുസ്തകം പറയുന്നു, Jesus said, യേശു പറയുന്നു, the devil comes to steal. പിശാച് മോഷ്ടിപ്പാൻ The വരുന്നു, devil comes to kill. പിശാച് അറുപ്പാൻ വരുന്നു, The devil comes to destroy. പിശാച് മുടിപ്പാൻ വരുന്നു. Yes, that's what the devil is busy doing in our life. അതെ, അതാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. He is stealing all the joy. അവൻ സകല സന്തോഷത്തെയും മോഷ്ടിക്കുന്നു. And he is killing your soul and your അവൻ life. നിങ്ങളുടെ ജീവിതത്തെയും ആത്മാവിനെയും കൊല്ലുന്നു. And he is destroying every blessing. അവൻ സകല അനുഗ്രഹങ്ങളെയും നശിപ്പിക്കുന്നു. But then എന്നാലോ Jesus has come to destroy the works of the devil. യേശു പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ പ്രത്യക്ഷനായി. How does he do it? എങ്ങനെയാണ് യേശു അത് He ചെയ്യുന്നത്? sends eternal life, abundant life in us. യേശു നമ്മിലേക്ക് സമൃദ്ധമായ നിത്യമായ ജീവൻ അയക്കുന്നു. The devil brings death, പിശാച് മരണത്തെ കൊണ്ടുവരുന്നു. but Jesus sends life into us. എന്നാൽ യേശു നമ്മിലേക്ക് ജീവൻ 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 അയക്കുന്നു. Tonight you're going to go back with the life of Jesus in you. ഇന്ന് നിങ്ങൾ യേശുവിന്റെ ജീവൻ പ്രാപിച്ചുകൊണ്ട് തിരിച്ചു പോകുവാൻ പോകുന്നു. Jesus, the life giver in you. ജീവദായകനായ യേശുക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. Let not your heart be troubled. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. There was a man who was harassing a young boy all the time. ഒരിടത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ എപ്പോഴും ഒരു ആൺകുട്ടിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. And every time he would come and eat his lunch, ആ മനുഷ്യൻ ഈ ആൺകുട്ടിയുടെ അരികിൽ വന്ന് അവന്റെ ഉച്ചഭക്ഷണം എടുത്ത് കഴിക്കും. and he would say, don't complain. അയാൾ അവനോട് പറയും, ആരോടും ഇതിനെക്കുറിച്ച് പരാതി പറയരുത്. Don't report that to anybody.
ഇതിനെക്കുറിച്ച് നീ ആരെയും അറിയിക്കരുത്. One day, an ഒരു ദിവസം student who was in a higher class was watching what was happening. ഉയർന്ന ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി ഇതെല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. His name was Jawan. അവന്റെ പേര് ജവാൻ എന്നായിരുന്നു. And he came to this boy. ഒരു ദിവസം അവൻ ഈ ആൺകുട്ടിയുടെ അരികിൽ Hey, വന്നു. you little boy, അവൻ ചോദിച്ചു, ഹേ കൊച്ചു ബാല, why is that man coming and eating your lunch? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ വന്ന് നിന്റെ ഉച്ച ഭക്ഷണമെടുത്ത് കഴിക്കുന്നത്? The little boy began to cry. ആ കുട്ടി കരയുവാൻ തുടങ്ങി. He said, this is what is happening. അവൻ പറഞ്ഞു, ഇതാണ് He is സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. threatening to beat me up. അവൻ എന്നെ അടിക്കുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. That's why I am giving him everything. അതുകൊണ്ടാണ് ഞാൻ എല്ലാം അവന് നൽകുന്നത്. I'm giving him all my food. ഞാൻ എന്റെ ഭക്ഷണമെല്ലാം അവന് നൽകുന്നു. I am going hungry. ഞാൻ വിശപ്പ് That's what സഹിച്ചിരിക്കുന്നു. the devil does. അതാണ് പിശാച് ചെയ്യുന്നത്. But Jawan said, എന്നാൽ ജവാൻ പറഞ്ഞു, tomorrow when he comes, നാളെ അയാൾ വരുമ്പോൾ tell him I will not give what I have with me. എന്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരില്ല എന്ന് നീ അയാളോട് പറയൂ. My food is mine. എന്റെ ഭക്ഷണം അത് എന്റേതാണ്. What my daddy has given is mine. എന്റെ പിതാവ് എനിക്ക് നൽകിയതെല്ലാം എന്റേതാണ്. What my mommy has given me is mine. എന്റെ അമ്മ എനിക്ക് നൽകിയതെല്ലാം എന്റേതാണ്. Tell him you go back. അവനോട് പറയൂ, നീ തിരിച്ചു പോകൂ. I'm not giving you my food. ഞാൻ എന്റെ ഭക്ഷണം നിനക്ക് I'm തരില്ല. not giving you what I have. എന്റെ പക്കലുള്ളത് ഞാൻ നിനക്ക് തരില്ല. He said that when that rowdy came. ആ റൗഡി വന്നപ്പോൾ ആ കൊച്ചു ബാലൻ അവനോട് ഇപ്രകാരം He പറഞ്ഞു. was angry. ആ റൗഡിക്ക് ദേഷ്യം But വന്നു. then this boy began to eat his food. എന്നാൽ പിന്നീട് ഈ ബാലൻ തന്റെ ഭക്ഷണം He was കഴിക്കുവാൻ about to തുടങ്ങി. snatch the food. ആ റൗഡി ഭക്ഷണം തട്ടിപ്പറിച്ചെടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. When Jawan came and held his hand, ആ സമയത്ത് ജവാൻ വന്ന് അവന്റെ കൈ തട്ടിമാറ്റി gave him nice blows. അവന് നല്ല അടി കൊടുക്കുകയും I ചെയ്തു. said, don't touch him. ഈ ബാലനെ തുടരുതെന്ന് അവനോട് പറഞ്ഞു. He is under my care. അവൻ എന്റെ This പരിപാലനയിലുള്ളവനാണ്. boy belongs to me. ഈ ബാലൻ എനിക്ക് സ്വന്തമായവനാണ്. Never touch him. ഒരിക്കലും അവനെ നീ Never തൊടരുത്. come near him. ഒരിക്കലും അവന്റെ അരികിൽ പോലും That's വരരുത്. what Jesus did for you. അതാണ് യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി That's ചെയ്യുന്നത്. what Jesus does for you. അതാണ് യേശു നിങ്ങൾക്ക് വേണ്ടി He ചെയ്യുന്നത്. says, you are my child. യേശു പറയുന്നു, നീ എന്റെ You are പൈതലാണ്, my son. നീ എന്റെ You മകനാണ്, are my daughter. നീ എന്റെ You മകനാണ്, belong to me. നീ എനിക്ക് I സ്വന്തമായവനാണ്. will never allow the wicked devil to touch you. ദുഷ്ട പിശാചെ നിന്നെ തൊടുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. Let not your heart be troubled. നിന്റെ ഹൃദയം കലങ്ങി പോകരുത്. Do not be afraid. നീ ഭയപ്പെടരുത്. Jesus is coming to be with you always. യേശുക്രിസ്തു എപ്പോഴും നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ നിങ്ങളുടെ അരികിൽ No വരുന്നു. devil can steal your blessing anymore. ഒരു പിശാചിനും ഇനി നിങ്ങളുടെ അനുഗ്രഹങ്ങളെ മോഷ്ടിക്കുവാൻ കഴിയില്ല. Firstly, he comes to kill. ഒന്നാമതായി അവൻ കൊല്ലുവാൻ വരുന്നു. Satan comes to kill. സാത്താൻ കൊല്ലുവാനാണ് വരുന്നത്. What does he kill? അവൻ എന്തിനെയാണ് He കൊല്ലുന്നത്? kills your soul. അവൻ നിങ്ങളുടെ ആത്മാവിനെ കൊല്ലുന്നു. Because it is only through your soul you get connected to God. കാരണം നിങ്ങൾ നിങ്ങളുടെ ആത്മാവ് മുഖാന്തരം മാത്രമാണ് ദൈവത്തോട് ബന്ധം And he comes സ്ഥാപിക്കുന്നത്. and tells you, അവൻ വന്ന് നിങ്ങളോട് why പറയുന്നു, do you want to follow Jesus? നീ എന്തിനാണ് യേശുവിനെ അനുഗമിക്കുവാൻ Enjoy പോകുന്നത്? the world. നീ ലോക ജീവിതം You're ആസ്വദിക്കൂ. so young. നീ വളരെ ചെറുപ്പമാണ്. Party. നീ Come പാർട്ടികളിൽ on, പങ്കെടുക്കൂ. have alcohol and drugs. ഒരു നല്ലവണ്ണം മദ്യപിക്കൂ, ലഹരി വസ്തുക്കൾ Float in the ഉപയോഗിക്കൂ. air. നീ വായുവിൽ പറന്നു Have നടക്കൂ. all sexual immoral things. ലൈംഗികമായ അധാർമികമായ ബന്ധങ്ങൾ Have ആസ്വദിക്കൂ. wrong relationships. തെറ്റായ ബന്ധങ്ങളിൽ ഏർപ്പെടൂ. And always watch filthy things. എപ്പോഴും വൃത്തികെട്ട കാര്യങ്ങൾ കാണൂ. Play the game. ഗെയിമുകൾ കളിക്കൂ. And enjoy yourself. നീ സ്വയം ജീവിതം ആസ്വദിക്കൂ. Play the video games. വീഡിയോ ഗെയിമുകൾ കളിക്കൂ. Finally, he catches us. അവസാനം പിശാച് നമ്മെ And പിടികൂടുന്നു. he binds us. അവൻ നമ്മെ The ബന്ധിക്കുന്നു. Bible says in Romans 6:23, റോമർ 6:23 the പറയുന്നു, wages of sin is death. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. And you and I cry നിങ്ങളും ഞാനും when നിലവിളിക്കുന്നു. we give our lives to Satan. നാം നമ്മുടെ ജീവിതം സാത്താന് നൽകുമ്പോൾ നമ്മൾ Oh, നിലവിളിക്കുന്നു. I am bound. അയ്യോ, ഞാൻ Many ബന്ധനത്തിലായിരിക്കുന്നു. cry today, I want to come out of alcohol. ഇന്ന് മദ്യപാനം ഉപേക്ഷിക്കുവാൻ എനിക്ക് സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ I കരയുന്നു. am killing my family. കർത്താവേ, ഞാൻ എന്റെ കുടുംബത്തെ കൊന്നുകളയുന്നു. Why should I be an alcoholic anymore?
എന്തുകൊണ്ടാണ് ഞാൻ ഒരു മദ്യപാനിയായി But ജീവിക്കുന്നത്? Satan would never leave them. എന്നാൽ സാത്താൻ ഒരിക്കലും അവരെ വിട്ടു Young പോകില്ല. people keep failing and failing and failing and become nobody. യുവജനങ്ങൾ തുടർന്ന് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഒന്നുമല്ലാത്തവരായി തീരുന്നു. They are ashamed. അവർ They are ലജ്ജിതരായിരിക്കുന്നു. not able to bear the shame that comes to them because they are a failure. അവർ പരാജയമായി തീർന്നതുകൊണ്ട് അവർക്ക് നേരിടുന്ന ലജ്ജ സഹിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. Some commit suicide. അതിൽ ചിലർ ആത്മഹത്യ ചെയ്യുന്നു. Some get into depression. മറ്റു ചിലർ വിഷാദത്തിന് Lose അടിമപ്പെടുന്നു. their life. അവർക്ക് ജീവിതം That's what the നഷ്ടപ്പെടുന്നു. devil does. അതാണ് പിശാച് But ചെയ്യുന്നത്. thank God, എന്നാൽ ദൈവത്തിന് Jesus സ്തോത്രം, came. യേശുക്രിസ്തു വന്നു. And according to Acts 20 and verse 28, പ്രവൃത്തികൾ 20:28 പ്രകാരം he said, I want to purchase you with my blood. യേശു പറഞ്ഞു, ഞാൻ എന്റെ സ്വന്തം രക്തത്താൽ നിങ്ങളെ And he സമ്പാദിക്കട്ടെ. says in Revelation 3 and verse 20, വെളിപ്പാട് 3:20 യേശുക്രിസ്തു my പറയുന്നു, son, give me your heart. എന്റെ മകനെ, നിന്റെ ഹൃദയം നീ എനിക്ക് നൽകൂ. The heart that you have given to the devil, give it to me. നീ പിശാചിന് നൽകിയിരിക്കുന്ന ഹൃദയം നീ എനിക്ക് നൽകൂ. My daughter, give me your heart. എന്റെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് നൽകൂ. The one which you have given to the devil, give it to me. നീ പിശാചിന് നൽകിയ ഹൃദയം നീ എനിക്ക് നൽകൂ. I want to come. എനിക്ക് നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം. Feed you with the life. ജീവൻ തന്ന് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യണം. That's why he went to the cross. അതിനുവേണ്ടിയാണ് യേശു ക്രൂശിലേക്ക് Took പോയത്. all our sins upon himself. ക്രൂശിൽ യേശുക്രിസ്തു നമ്മുടെ പാപമെല്ലാം തന്റെ മേൽ വഹിച്ചു. All the curse of the sin. പാപത്തിന്റെ ശാപങ്ങളെല്ലാം തന്റെ മേൽ All വഹിച്ചു. the death caused by our sins. പാപം നിമിത്തമുണ്ടായ മരണമെല്ലാം തന്റെ മേൽ വഹിച്ചു. Jesus, who knew no sin, became sin for you and me because he loves you and he wants to deliver you from all your sins. യേശു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട്, സകല പാപത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്, പാപമറിയാത്തവനായ യേശുക്രിസ്തു നിങ്ങൾക്കും എനിക്കും വേണ്ടി ക്രൂശിൽ പാപമായി തീർന്നു. You need not die for your sins for you to be restored. നിങ്ങൾ പുനർജീവിക്കുന്നതിനെ നിങ്ങളുടെ പാപങ്ങൾക്കായി നിങ്ങൾ മരിക്കേണ്ട ആവശ്യമില്ല. Jesus died for you. യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിരിക്കുന്നു. Jesus gave his life for you. യേശു നിങ്ങൾക്ക് വേണ്ടി തന്റെ ജീവൻ He വെടിഞ്ഞു. shed his blood for you. യേശു നിങ്ങൾക്ക് വേണ്ടി തന്റെ രക്തം The one ചിന്തി. who knew no sin പാപമറിയാത്തവനായ shed യേശുക്രിസ്തു his pure blood for you. നിങ്ങൾക്ക് വേണ്ടി തന്റെ നിർമ്മല രക്തം He ചൊരിഞ്ഞു. sacrificed himself യേശു തന്നെത്താൻ ഒരു to യാഗബലിയായി buy അർപ്പിച്ചു. you from the devil, to make you his own child. പിശാചിന്റെ പക്കൽ നിന്ന് നിങ്ങളെ വാങ്ങി നിങ്ങളെ ഓരോരുത്തരെയും തന്റെ സ്വന്തം പൈതലാക്കി തീർക്കുന്നതിന് Only the blood of Jesus Christ can buy you from the hands of the devil to be made as God's child. നിങ്ങളെ ദൈവത്തിന്റെ പൈതലാക്കി തീർക്കുന്നതിനെ പിശാചിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ സാധിക്കൂ. And the Bible says, വേദപുസ്തകം the blood പറയുന്നു, of Jesus Christ cleanses us from all sin. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. Tonight cry out to him. ഇന്ന് യേശുവിനോട് നിലവിളിക്കുക. Wherever you are, നിങ്ങൾ എവിടെയാണെങ്കിലും tell him, Lord, യേശുവിനോട് പറയുവിൻ, യേശുവേ, wash me with your blood. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി Wash ശുദ്ധീകരിക്കണമേ. my sins with your blood. അങ്ങയുടെ രക്തത്താൽ എന്റെ പാപം പോക്കി എന്നെ And the ശുദ്ധീകരിക്കണമേ. devil will have to leave right now. അപ്പോൾ ഇപ്പോൾ തന്നെ പിശാച് നിങ്ങളെ വിട്ടു പോകേണ്ടി As വരും. Jesus listens to you and washes you with his blood. യേശു നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് തന്റെ രക്തത്താൽ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുമ്പോൾ Every nature of sin is leaving right now as you are crying to God. ഇപ്പോൾ നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ സകല പാപ സ്വഭാവവും നിങ്ങളെ വിട്ടു പോകുന്നു. Every addiction is leaving you. സകല ദുശീലങ്ങളും നിങ്ങളെ വിട്ടു പോകുന്നു. I see a name, Malcolm. മേൽക്കം എന്ന ഒരു വ്യക്തിയുടെ പേര് ഞാൻ Malcolm, കാണുന്നു. you're caught up in gambling മേൽക്കം, നീ ചൂതാട്ടത്തിൽ and അകപ്പെട്ടിരിക്കുന്നു. filthy lifestyle. നീ അശുദ്ധമായ ജീവിത ശൈലിയിൽ But your ഏർപ്പെട്ടിരിക്കുന്നു. skin is rotten today. എന്നാൽ ഇന്ന് നിന്റെ ത്വക്ക് ചീഞ്ഞളിഞ്ഞിരിക്കുന്നു. Right now the Holy Spirit says he is bringing you back to make you his child. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിന്നെ തന്റെ പൈതലാക്കി തീർക്കുവാൻ നിന്നെ തിരികെ കൊണ്ടുവരികയാണെന്ന് നിന്നോട് പറയുന്നു. Come to Jesus, Malcolm. മാൽക്കം, യേശുവിങ്കിലേക്ക് വരൂ. Be delivered in Jesus' name. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കൂ. Abiram, അഭിറാം, your kidneys are dead നിന്റെ വൃക്കകൾ നിർജീവമായിരിക്കുന്നു. because you have lived a filthy lifestyle. കാരണം നീ അശുദ്ധമായ ജീവിതം നയിച്ചു. Come to Jesus. നീ യേശുവിങ്കിലേക്ക് വരൂ. Come to Jesus. യേശുവിങ്കിലേക്ക് വരൂ. Hymn 10. Hymn 10.
ഇംരൻ, God touches you right now. Your lungs are affected. നിന്റെ ശ്വാസകോശങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ദൈവം നിന്നെ സ്പർശിക്കുന്നു. And several other organs are affected. മറ്റു നിരവധി അവയവങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു. Repent and come to Jesus now. നീ അനുദപിച്ച് യേശുവിങ്കിലേക്ക് വരൂ. Repent. There അനുദപിക്കൂ. are many, because of the evil powers, because of sin, you are almost losing your memory power. പൈശാചിക ശക്തികൾ നിമിത്തം, പാപങ്ങൾ നിമിത്തം ഏറെക്കുറെ ഓർമ്മശക്തി നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട്. Come to Jesus. നിങ്ങൾ യേശുവിങ്കിലേക്ക് Come to വരുവിൻ. Jesus. യേശുവിങ്കിലേക്ക് He will വരുവിൻ. wash you with His blood. യേശു തന്റെ രക്തത്താൽ നിങ്ങളെ കഴുകി He will ശുദ്ധീകരിക്കും. cleanse you from every sin. സകല പാപവും പോക്കി യേശു നിങ്ങളെ Now ശുദ്ധീകരിക്കും. He will make you His own child. ഇപ്പോൾ യേശു നിങ്ങളെ തന്റെ സ്വന്തം പൈതലാക്കി And the മാറ്റും. devil will have to leave. പിശാച് നിങ്ങളെ വിട്ട് പോകേണ്ടി വരും. The devil who stole you is leaving right now as you are giving your life to Jesus. നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിന് സമർപ്പിക്കുമ്പോൾ നിങ്ങളെ മോഷ്ടിച്ചിരിക്കുന്ന പിശാച് ഇപ്പോൾ നിങ്ങളെ വിട്ട് പോകുന്നു. Abundant life is coming to you. സമൃദ്ധമായ ജീവൻ നിങ്ങളിലേക്ക് വരുന്നു. Now you spirit of addiction, ഇപ്പോൾ ദുശീലങ്ങളിൽ ഏർപ്പെടുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ദുരാത്മാവേ, command you to leave in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരെ വിട്ടുപോകുവാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. Every lust of the eyes, സകല കൺമോഹവും, lust of the flesh, ജഡമോഹവും, pride of life, ജീവനത്തിന്റെ പ്രതാപവും, killing their souls, അവരുടെ ആത്മാക്കളെ കൊന്നുകൊണ്ടിരിക്കുന്ന come ഇവയെല്ലാം out in Jesus' name. യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. Be free. അവർ വിടുതൽ പ്രാപിക്കട്ടെ. Today let them have no attraction to the evil addiction. ഇന്നു മുതൽ അവർ ദുരാസക്തികൾക്ക് ആകൃഷ്ടരാവാതിരിക്കട്ടെ. And now you suicidal spirits, ഇപ്പോൾ ആത്മഹത്യ ചെയ്യുവാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ദുരാത്മാക്കളെ come out. പുറത്തു വരുവിൻ. Leave in Jesus' name. യേശുവിന്റെ നാമത്തിൽ ജനങ്ങളെ വിട്ടു പോകുവിൻ. Depression bringing spirits, വിഷാദത്തിന് കാരണക്കാരാകുന്ന ദുരാത്മാക്കളെ leave in Jesus' name. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവിൻ. Leave in Jesus' name. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവിൻ. Leave in Jesus' name. യേശുവിന്റെ നാമത്തിൽ I വിട്ടുപോകുവിൻ. seal every one of these souls with the blood of Jesus. ഈ ഓരോ ആത്മാക്കളെയും ഞാൻ യേശുവിന്റെ ആത്മാവിനാൽ മുദ്രയിടുന്നു. With the Lord Holy Spirit. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു. Lord, you are responsible for their souls all their life. Keep them as your children. കർത്താവെ, ജീവിതകാലം മുഴുവൻ അവരുടെ ആത്മാക്കൾക്ക് അങ്ങ് ഉത്തരവാദിയായിരിക്കണമേ. അങ്ങയുടെ മക്കളായി അവരെ അങ്ങ് കാത്തു സൂക്ഷിക്കണമേ, വഴി My beloved നടത്തണമേ. children, പ്രിയപ്പെട്ട മക്കളെ, would you open your heart നിങ്ങൾ ഹൃദയം തുറക്കുമോ? and receive the Lord? നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുമോ? Thank you, Jesus. യേശുവെ, നന്ദി എന്ന് പറയുമോ? Thank you for making me a Jesus child. യേശുവെ, എന്നെ യേശുവിന്റെ പൈതലാക്കി മാറ്റുന്നതിന് നന്ദി. Everybody praise the Lord. എല്ലാവരും കർത്താവിനെ സ്തുതിക്കുവിൻ. Yes, say thank you, Jesus. Talk to Him. Come on, talk to Him അതെ, right now. യേശുവെ, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനോട് സംസാരിക്കുവിൻ. Lord, you are my Father. കർത്താവെ, അങ്ങന്റെ പിതാവാകുന്നു. Tell Him I'm your son. പറയുവിൻ, ഞാൻ അങ്ങയുടെ I am പൈതലാണ്. the child of Jesus. ഞാൻ യേശുവിന്റെ I am പൈതലാകുന്നു. the daughter of Jesus from now on. ഇനി മുതൽ ഞാൻ യേശുവിന്റെ പുത്രിയാകുന്നു. We give you all the glory. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് കരേറ്റുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ.